ചക്ക കിട്ടിയാൽ ചക്ക എടുത്തിട്ട് നമ്മൾ വെറുതെ കളയുന്ന ഈ ചക്ക ചവണിയില്ലേ, ഇതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണിന് ഒരു കീടിലം തോരൻ ഉണ്ടാക്കിയാലോ, അതും വെറും 10 മിനിറ്റിൽ. എല്ലാവർക്കും മാത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്കിതാ ഇന്ന് അത്യാവശ്യം ചെറിയ 2 ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ചക്കച്ചുള എല്ലാം എടുത്ത് നമ്മൾ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാലൻസ് ഉള്ള ചക്ക ചവണിത എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലത്. അപ്പൊ ഇതുകൊണ്ട് നമുക്കൊരു കിടിക്കച്ചി തോരൻ ഉണ്ടാക്കിയാലോ. പിന്നെ നമ്മൾ ഈ ചക്ക ചവണി കട്ട് ചെയ്യുമ്പോൾ കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ട് ലാസ്റ്റ് ഇതെല്ലാം വെള്ളമെല്ലാം കഴിഞ്ഞ് ഇതുപോലെ തോർത്തിയെടുത്താൽ മാത്രം മതി. അപ്പൊ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട, ഒരു ചെറിയ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1 സ്പൂൺ ഉഴുന്ന് പരിപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വറ്റൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ കറിവേപ്പിലയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെള്ളം എല്ലാം തോർത്തി ക്ലീൻ ആക്കി വെച്ചേക്കുന്ന ചക്കച്ചവണി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ചക്കച്ചവണി എല്ലാം നമുക്കിത് ഇട്ട് കൊടുക്കാവേ. ഇനി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് തീ ചെറുതാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ആ ചക്കച്ചവണി ഒന്ന് വാടി വരും കേട്ടോ. ആ സമയത്ത് ഒരു പകുതി സവാള കട്ട് ചെയ്തത്, ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇത്തിരി ഉപ്പൂടെ ഇട്ടിട്ട് ഒന്ന് വീണ്ടും ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ആവിയിലിരുന്ന് തന്നെ വെന്ത് വരും. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. നല്ല എരിവെള്ള മുളകായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ തോരനെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൂടി നമ്മുടെ ചക്കച്ചവണിയും സവാളയും എല്ലാം നന്നായിട്ട് വാടി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇടണം കേട്ടോ. ഗരം മസാല പൊടി ഇട്ടാലുണ്ടല്ലോ ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവലാവും. അപ്പൊ വേണ്ടാന്നുള്ളവർ ചേർക്കണ്ട, പക്ഷേ ഗരം മസാല പൊടി ഇടുമ്പോഴാണ് കേട്ടോ നല്ല രുചി വരിക. അപ്പൊ നമ്മൾ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തോരൻ്റെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് അരപ്പൊന്നും വേണ്ട, കുറച്ച് തേങ്ങ ഉപയോഗിച്ച് അരച്ചാൽ മതി. തോരൻ്റെ അരപ്പൂടെ ഇട്ടിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ, നമുക്കിത് ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ചു വെക്കാം. ആ അരപ്പൊക്കെ ഒന്ന് ചൂടായി വരണമല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അരപ്പെല്ലാം സെറ്റായിട്ട് നന്നായിട്ടൊന്ന് തോരൻ ഒന്നുകൂടെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല നമ്മുടെ ക്യാബേജ് തോരനൊക്കെ വെക്കുന്ന അതേ ഒരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോരനൊക്കെ തണുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു പാത്രത്തിലോട്ട് കോരി വെച്ചിട്ടുണ്ട്. കുട്ടിയൊക്കെ മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇനി പാഴാക്കി കളയാണ്ടല്ലോ, ചക്കച്ചവണിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. നമ്മളിത് ഇവിടെ തോരൻ ചോറിൻ്റെ കൂടെ ഇത്തിരി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം സൂപ്പറാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്